ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബിരിയാണി തയ്യാറാക്കിയാലോ. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് കട്ടിയുള്ള തൈരാണ് എടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഇപ്പോൾ ചേർത്തത്. അതുപോലെ കുറച്ച് കസൂരി മേത്തി കൂടി ചേർക്കുന്നുണ്ട്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടും. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കസൂരി മേത്തി എന്ന് പറയുന്നത് ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. അപ്പോൾ അതൊന്ന് കൈകൊണ്ട് ഒന്ന് തിരുമ്മിയിട്ട് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് 500 ഗ്രാം പനീറാണ് ചേർത്തത്. ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു കടായിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ബിരിയാണിക്ക് അവസാനം ഗാർണിഷ് ചെയ്യാനുള്ള സവാളയൊന്ന് വറുത്തെടുക്കാം. ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് 2 സവാളയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് കുറച്ച് സവാള എടുത്ത് ഒന്ന് വറുത്തെടുക്കുന്നത്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേ കടായിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 ബേ ലീഫ്, ഇത്രയുമാണ് ചേർത്തത്. ഇതൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ്. 2 സവാളയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിൽ നിന്നും കുറച്ച് സവാള ആദ്യം തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സവാളയുടെ കളറൊക്കെ മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് 3 പച്ചമുളകാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്. 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറാണ്. ഇപ്പോൾ പനീറെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലയുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പനീറിൻ്റെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകാതെ നോക്കണം. വളരെ പതുക്കെ ഒന്ന് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഈ പനീർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു ഏകദേശം 3 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അവസാനം ബിരിയാണി ദം ചെയ്തെടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇത് മസാലയുമായിട്ട് നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ബിരിയാണി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ബിരിയാണി ലെയർ ചെയ്തെടുക്കുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആകും. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീഫും 1 തക്കോലവും 1 കഷ്ണം പട്ടയും 3 ഏലക്കയും 3 ഗ്രാമ്പുമാണ് ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തത്. നിങ്ങൾക്ക് നെയ്യ് താല്പര്യമുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ബാസ്മതി റൈസ് ആണെങ്കിൽ ആദ്യം 20 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അരി പാകത്തിന് വെന്ത് വരുമ്പോൾ ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഈ പനീർ മസാല പാകത്തിന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ലെയർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏത് ബിരിയാണി പാത്രത്തിലാണോ നിങ്ങൾ ലെയർ ചെയ്തെടുക്കുന്നത് ആ പാത്രത്തിൽ ഒരല്പം നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പകുതി പനീർ മസാലയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ഇതിന് മുകളിലായിട്ട് ചോറിൻ്റെ ഒരു ലെയർ വയ്ക്കാം. കുറച്ച് സാഫ്രോൺ മിൽക്കും മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാളയിൽ നിന്നും കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പനീർ മസാലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിത് പനീറിൻ്റെ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ചോറും കൂടി വയ്ക്കാം. ഞാൻ 1.5 കപ്പ് അരിയാണ് ഈ ബിരിയാണിക്ക് വേണ്ടി എടുത്തത്. ഇനി നമുക്ക് സാഫ്രോൺ മിൽക്കും മല്ലിയിലയും പുതിനയിലയും സവാളയും കൂടി ചേർത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച ശേഷം 10 മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് ദം ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ പനീർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്